ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. വിശുദ്ധ തിരുവഴുത്തുകളെ സ്നേഹിക്കുകയും വായിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സെഷനുകളിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ അനേകം എപ്പിസോഡുകളിൽ നിങ്ങളുടെ അനേകം ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും പ്രസിദ്ധ ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ തൃപ്തികരമായ ഉത്തരം തന്നു കഴിഞ്ഞു. ഇന്നും മാന്യ കർത്തൃദാസൻ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം പറയുവാനായി നമ്മുടെ മധ്യത്തിലുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എഫെസ്യ ലേഖനം 1-ാം അധ്യായം 9, 10, 11, 12 വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ്രവച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് ഈ വാക്യങ്ങളുടെ ഒരു വിശദീകരണമാണ്. ഈ ചില വേദഭാഗങ്ങളുടെ പ്രത്യേകത, സം ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് വേഴ്സസ് ഇൻ ദ ബൈബിൾ എന്ന് പറയും. തിരുത്തുവഴുത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ വാക്യങ്ങൾ, തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്യങ്ങൾ എന്ന് പറയും. ചിലത് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്, കൺഫ്യൂസിങ് ഉണ്ട്. ചിലത് ഒത്തിരി ലെയേഴ്സ് ഓഫ് മീനിങ് ഉണ്ട്. 1-2 ലെയർ മീനിങ് ഒരാൾക്ക് അറിയാവുന്ന മീനിങ് ഒരാൾക്ക് അറിയണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചാനൽ ചോദിക്കണം. ചോദിക്കുമ്പോൾ ചോദ്യകർത്താവിന് മാത്രമല്ല, ഈ ചോദ്യത്തിനും അതിനും അറിയണമെന്ന് എത്രയോ പേരുണ്ട്. ഉണ്ടായിരിക്കുക അതെല്ലാം അറിയാവുന്ന രീതിയിൽ ഉണ്ടായിരിക്കും ആൾക്കാരായിരിക്കും പുള്ളിക്കാരെ അറിയാവുന്ന. ഈ നമ്മൾ സാധാരണ പറയാനുള്ള എക്സാമ്പിളാണ്. സെന്റ് അഗസ്റ്റിനോട് ഒരു കാര്യം ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത്, ഇഫ് യു ഡോണ്ട് ആസ്ക് മീ ദാറ്റ് ക്വസ്റ്റ്യൻ ഐ നോ ദ ആൻസർ. ഇഫ് യു ആസ്ക് മീ ഐ ഡോണ്ട് നോ. നിങ്ങൾ ചോദിക്കുകയായിരിക്കും എനിക്കറിയാം എന്നാന്നുള്ള എനിക്കറിയാം, പക്ഷെ ചോദിച്ചാൽ കുഴപ്പമാണ്, എനിക്ക് അറിയത്തില്ല പറയാൻ എന്ന് പറയുമ്പോൾ ചിലത്. ഇതിൽ ഈ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരുക എന്നുള്ള കാലസമ്പൂർണതയിലെ നിയമം ഇതെന്തുവാ? വാട്ട് ഈസ് ഇറ്റ്? നമ്മളത് എഫെസ്യർ 1-ാം അധ്യായം മുതൽ വായിച്ചു വരേണ്ടത്. 1-ാം അധ്യായം ആദ്യത്തെ വാക്യം മുതൽ വായിക്കുന്നത്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പ് നമുക്ക് തനിക്ക് പ്രിയനായവൻ നമ്മെ തിരഞ്ഞെടുത്തു. എക്സെലക്സാറ്റോ എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ സോവറീനിറ്റിയിൽ, ദൈവമാണ്, ആരും കയറി ചോദിക്കത്തില്ല. നീ ആരാ ചോദിക്കാൻ? ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആര്? മെനഞ്ഞിരിക്കുന്ന മെനഞ്ഞവനോട് നീ എന്നെ മെനഞ്ഞത് ഇങ്ങനെ എന്തെന്ന് പറയൂ. അതാ എക്സെലക്സാറ്റോ എന്ന് പറയുന്നത്. എക്സെലക്സാറ്റോ പ്രകാരമാണ് ഒരാൾ ദൈവവൈതലായിത്തീരുന്നത്. ആ എക്സെലക്സാറ്റോ എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം, തെരഞ്ഞെടുപ്പ് മാനദണ്ഡം. ഏത് മാനദണ്ഡത്തിലാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്? ദൈവത്തിനറിയാം, നിനക്കറിയത്തില്ല. നീ ഇറ്റേണിറ്റി ചെല്ലുമ്പോൾ അറിയും, അവിടെ വെച്ച് അറിഞ്ഞാൽ മതി. അവിടെ മുതൽ 7 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു വരിക.
ഈ 7 കൂട്ടം കാര്യങ്ങളെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ ക്രിസ്തു നിറച്ചിരിക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെടുവാറാകട്ടെന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ 7 കാര്യങ്ങൾ. 7 കാര്യങ്ങൾ. പക്ഷെ ഒരു കഷ്ടം നമ്മളത് വായിച്ചാൽ അവിടെ 7 കാര്യമുണ്ടെന്ന് ആർക്കും മനസ്സിലാകത്തില്ല. ആ മനസ്സിലാകാത്തൊരു കാര്യം മറ്റൊന്നുമല്ല അത്. ഇത് ഈ നമുക്ക് എത്രയോ കൈവഴി മാറി വന്ന ഒരു ലേഖനമാണ് എഫെസ് ലേഖനം. എഫെസ് ലേഖനം വലിയ എഫെസോസ് സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. അല്ല, എഫെസ് ലേഖനം ഒരു പൊതുലേഖനമാണ്. അപ്പം കൊടുത്തു, വായിക്കാൻ പറഞ്ഞു, എല്ലാവരും വായിക്കാൻ പറഞ്ഞു. പൗലോസ് എഴുതിയ എഫെസ് ലേഖനം ഒരു സഭയിലെത്തി നിൽക്കട്ടെ. ഫോർ എക്സാമ്പിൾ, ലൗദീക്യ സഭയിലെത്തി. ലൗദീക്യക്കാരത് വായിച്ചിട്ട് കോപ്പി എഴുതി മറ്റു ഒരുപാട് സഭകൾ കൊടുത്തു. അവർ വായിച്ചിട്ട് അതിന്റെ കോപ്പി എഴുതി വേറെ കുറെ പേര് കൊടുത്തു. ഇങ്ങനെ കൊടുത്തു അവസാനം ബൈബിൾ ബുക്സ് കമ്പയർ ചെയ്യുമ്പോൾ എഫെസ് ലേഖനം വളരെ പോപ്പുലറാണ്. വെരി പോപ്പുലർ. കമ്പയറിങ്ങിന് വന്നു. അപ്പൊ എഫെസ് ലേഖനത്തിന്റെ 5,000 മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ എഫെസ് ലേഖനം തിരുത്തി എഴുതി. തിരുത്തിയല്ല, കോപ്പി ചെയ്തു. മറ്റേ ആളായിട്ട് വേറെ ആൾ കൊടുത്തു, മൂന്നാമത്തെ ആൾ വേറെ ആൾ കൊടുത്തു, നാലാമത്തെ ആൾ വേറെ എടുത്ത് കൊടുത്തു, അവര് വേറെ ആൾക്ക് എഴുതി എടുത്ത് കൊടുത്തു. ഇങ്ങനെ കൊടുത്ത് കളക്ട് ചെയ്തപ്പോ 5,000 മാനുസ്ക്രിപ്റ്റ് ഉണ്ട് എഫെസ് ലേഖനത്തിന്റെ. ഗുണം വെച്ചാല് ഈ 5,000 മാനുസ്ക്രിപ്റ്റിൽ ഒന്ന് മറ്റൊന്നിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. എഴുത്തിൽ വന്ന പിശകാണോ? മാമ ഞാൻ പറയാമല്ലോ. ഇപ്പൊ മാമ ഒരു പാരഗ്രാഫ് പറഞ്ഞു കൊടുത്തിട്ടെ 10 കുട്ടികളോട് അത് എഴുതാൻ പറ. 10 പേര് എഴുതുന്നത് 10 രീതിയിലായിരിക്കും. അതങ്ങനെ ഭാഷയുടെ പ്രത്യേകതയാണത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരുപാട് ആശയക്കുഴപ്പം അന്ന് തന്നെയാ സംഭവിച്ചു. പിന്നെ ഈ പദപ്രയോഗങ്ങളാണ് വേറെ സംഗതി. പദപ്രയോഗങ്ങൾ ആ കാലത്തെ ആളുകൾക്ക് ഫെമിലിയർ ആയിരുന്ന പദപ്രയോഗങ്ങളുണ്ട്. അത് പിന്നീട് അത് ഒബ്സലറ്റായി, അല്ലെങ്കിൽ പ്രയോഗത്തിലില്ലാതായി തീർന്നു. അങ്ങനെയുള്ള കുറേ വാക്കുകൾ വന്നപ്പോൾ കുഴപ്പം എന്താ ചെയ്യും? അർത്ഥം അറിയുമ്പോഴായി. അപ്പൊ അതിലൊന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരും. അങ്ങനെ കാലസമ്പൂർണ്ണതയുടെ നിയമം വരും വ്യവസ്ഥയ്ക്കായിട്ട്. ആ വ്യവസ്ഥ എന്താ? ഒരു രക്ഷയില്ല. ഞാൻ നല്ലപോലെ വട്ടം കറിയ സാധനമാണിത്. അത് ശരിക്ക് വട്ടം കറിയ സാധനം ശരിക്കും ഇവിടെ ലണ്ടനിൽ ബൈബിൾ കൂടെ പഠിക്കുന്ന കാലത്താണ്. ഒരു പിടിയില്ല. ഇതിന് ഈ ഹെബ്രായിക്ക് റൂട്ടിൽ പോകേണ്ടി വന്നു. ഹെബ്രായിക്ക് റൂട്ടിൽ പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാല് അത് പിന്നീടാണ് വിശ്വസിക്കാൻ കഴിയുന്നത്. വിശ്വസിക്കാൻ ആ കാലത്ത് ഒരിക്കലും പറ്റത്തില്ല. അത് ഒരുപാട് വർഷങ്ങളുടെ സ്റ്റഡിക്ക് ശേഷമാണ് ഞാൻ ഇപ്പൊ പറയുന്നത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നത്. എഫെസ് ലേഖനം എന്ന പുസ്തകം എബ്രായ ലേഖന ഭാഷയിൽ പൗലോസ് എഴുതി ഗ്രീക്കിൽ ലൂക്കോസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നതായ പുസ്തകമാണ്. അപ്പം ഐഡിയ ഹെബ്രായിക്കും അതിന്റെ ട്രാൻസ്ലേറ്റഡ് ലാംഗ്വേജ് ആണ് ഗ്രീക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒറിജിനൽ ലാംഗ്വേജ് അല്ല. പിന്നെന്താ ചെയ്യേണ്ടത്?
ഹീബ്രു മൈൻഡ് സെറ്റിൽ എഴുതിയ സാധനമാണ്. ഉം. എഫെസ്യ ലേഖനം ഹീബ്രു മൈൻഡ് സെറ്റിൽ എഴുതിയതാണ്. എഫെസ്യ ലേഖനം ഹീബ്രു മൈൻഡ് സെറ്റിൽ എഴുതിയാണെന്ന് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഹീബ്രു ആണെന്ന് പറയുന്ന ഒരേ ഒരു മനുഷ്യൻ ഞാനായിരിക്കും നമ്മുടെ വേൾഡിൽ, ഉം. ഇൻ അവർ വേൾഡ്. മറ്റുള്ളത് കാര്യമല്ല ഞാൻ പറഞ്ഞ. അവിടെ വന്നപ്പം ഈ ഈ പ്രയോഗം വന്നു, ഉം. സ്വർഗത്തിലും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരുന്ന കാലസമ്പൂർണ്ണത. വ്യവസ്ഥ. ഉം. ആ അത്രയൊന്നും എഴുതി വച്ചില്ല നീ. ഉം. നമുക്ക് അങ്ങനെ എഴുതാല്ല, വേറൊരു മാർഗമില്ല നമുക്ക് എന്തെന്ന് മനസ്സിലാക്കി തരാൻ. ഉം. അവിടെ എഴുതിയിരിക്കുന്ന വേർഡ് ഒയ്ക്കനോമിയ എന്നാണ്. ഒയ്ക്കനോമി എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് എന്നാണ്. മാനേജ്മെന്റ്. അതിൽ നിന്ന് ഇക്കണോമിക്സ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ. ഇക്കണോമിക്സ് എന്ന വേർഡ് ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ ഒയ്ക്കനോമിയിൽ നിന്നാണ്. അപ്പൊ ഇവിടെ ഈ പൗലോസ് അങ്ങ് പ്രവചന ദൃഷ്ടിയിൽ കയറിപ്പോയി. അപ്പം ലോകാവസാനം വരെ സംഭവിക്കേണ്ടതും അതിനുശേഷം സംഭവിക്കേണ്ട കാര്യങ്ങൾ പ്രവചനാത്മാവിൽ ഇങ്ങനെ കാണുക. പ്രവചനാത്മാവിൽ കണ്ട് 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 എവിടെ വരെ എത്തി? താന് ഈ പിന്നെ പുതിയ യെരൂശലേം വരെ എത്തി. പുതിയ യെരൂശലേം ഭൂമിയിൽ ഇറങ്ങി വന്ന പട്ടണം, തനിത്താനത്തുള്ള പട്ടണം. അവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരുമിച്ച് ആ പട്ടണത്തിൽ ഇങ്ങോട്ട് ഭൂമിയിലോട്ട് വരിക, താമസിക്കാൻ. സൂര്യനില്ല, ദൈവം അതിന്റെ വിളക്കാണ്. പിന്നെ ഇത് സമുദ്രമില്ല. എല്ലാ സാധാരണ മനുഷ്യരും ഈ പട്ടണത്തിന് പുറത്താണ്. അവിടെ ഇച്ചിരി പണ്ട് പാവം ചെയ്തൊരു വർഷമൊക്കെ എടുത്ത് കിടപ്പുണ്ട്. അവർക്ക് എന്തെങ്കിലും ദീനമുണ്ടായാൽ ജീവവൃക്ഷത്തിന്റെ ഇല പറിച്ച് തിന്നാം. അപ്പൊ അവിടെ നമ്മൾ ഈ പറയുന്ന ടൈം സ്കീമിന്റെ അപ്പുറത്ത് പോയി. നമ്മൾ ഈ പറയുന്ന ടൈം സ്കീമിന് അപ്പുറത്ത് പോകുന്നത് നമ്മൾ ടൈം സ്കീം എന്ന് പറഞ്ഞാൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ടൈം ഉള്ളത് അല്ലേ? 24 hours time scheme. നമ്മുടെ ടൈം സ്കീം. മറ്റൊരു ഗ്രഹത്തിൽ ചെന്ന ടൈം സ്കീം അവിടെ 24 hours അല്ല. ഈ സോളാർ സിസ്റ്റം തീർന്നു കഴിഞ്ഞാലോ? തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൈം സ്കീമിന് മുഴുവൻ പുറത്തു പോയി. ഇനി സൂര്യൻ ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സോളാർ സിസ്റ്റം ഇല്ല. ഈ സോളാർ സിസ്റ്റം സ്റ്റക്കായി. എന്നിട്ട് വേറൊരു സിസ്റ്റം ഉണ്ടാവുക. ആർക്കറിയാം സിസ്റ്റം ഒന്നും? എനിക്കറിയത്തില്ല. ഒട്ടും പറഞ്ഞോട്ട് മനസ്സിലാകത്തുമില്ല. അപ്പം ടൈം എന്ന കൺസെപ്റ്റ് തീർന്നു കഴിയുമ്പോൾ, കാലസമ്പൂർണത വന്നു കഴിയുമ്പോൾ, ഇനി വേറൊരു ജീവിത രീതി, ഒരു സമ്പ്രദായം നിലവിൽ വരും. അത് സിസ്റ്റം അത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നായി ചേരും. സ്വർഗത്തിലുള്ള ദൈവവും ദൂതന്മാരുമാണ്, ഭൂമിയിലുള്ളത് മനുഷ്യരാണ്, നമ്മളാ. ഈ നമ്മൾ ഒരുമിച്ച് ചേരുക, ഒരുമിച്ച് നമ്മൾ ഡിഫറൻസ് ഇല്ലാത്തവരായി തീരുക. തീർന്നു കഴിയുമ്പോൾ എത്ര പ്ലാനറ്റ്സ്, എത്ര സോളാർ സിസ്റ്റംസ് ദൈവത്തിനുള്ളത് നമുക്കറിയത്തില്ല. 2, ഇന്ന് നമുക്കറിയാം അവിടെ മനുഷ്യനെ പോലെ ജീവനുള്ള ജീവികളുണ്ടെന്ന്.
ഉം. അന്യഗ്രഹ ജീവികളുണ്ടെന്നുള്ള ഇത് Yes. ഉം. ഉറപ്പായി കഴിഞ്ഞു. ഇനി ഇപ്പൊ ദൈവത്തിന് എന്തോ പണി? സ്വർഗത്തിൽ ദൈവത്തിന് എന്തോ പണി? ദൈവം പറഞ്ഞ യാതൊരു പണികളും ചുമ്മാ അതോണ്ടിരിക്കുന്നത്. ഉം. ചെറിയ സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉം. അത്രയും വിവരമുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടവർക്ക്. പക്ഷെങ്കിൽ നാം തിരുവഴുത്ത് വായിക്കുമ്പോൾ ദൈവം തൻ്റെ പണിയെപ്പറ്റി പറയാം. ഈ യെശയ്യാപ്രവചനത്തിന് പ്രവാചകൻ നീ ഇങ്ങോട്ട് തന്നെ എപ്പോട്ട് നോക്ക്, ഉം. ഈ കാണുന്നതിന് മുഴുവൻ സൃഷ്ടിച്ചതാരാ? അവൻ അവയെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയ്ക്കെല്ലാം പേർ വിളിക്കുകയും ചെയ്യുന്നു. ഉം. മനസ്സിലായോ? ഉം. നമുക്ക് ഇത്ര നേരം നമ്മൾ എണ്ണിക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. യോബിന്റെ പുസ്തകത്തിലല്ലേ അങ്ങനെ എഴുതിയേക്കുന്നത്? അല്ല, യെശയ്യാപ്രവചനത്തിൽ. യെശയ്യാപ്രവചനത്തില്. ഓക്കെ. അപ്പം നമുക്ക് ഇന്നുവരെ എണ്ണി തീരാൻ കഴിഞ്ഞിട്ടില്ല ഇത്ര ഉണ്ടെന്ന്. അത്ര എണ്ണത്തിനെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നു പറഞ്ഞാൽ ഓരോരുത്തരും നമ്പർ ഇട്ടിരിക്കുക, ഓക്കെ. പേരും നമ്പറും ഉണ്ട്. അതിനെ ഓരോന്നും അതിന്റെ ഭ്രമണപഥം കൊടുത്തിട്ടുണ്ട്, ഓർബിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓർബിറ്റിൽ അതിന് സഞ്ചരിക്കാൻ ഒരു സ്പീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സ്പീഡ് കുറയുകയും കൂടുകയും ചെയ്യരുത്. രണ്ട്, അതും അടുത്ത ഗ്രഹവും തമ്മിലുള്ള ഡിസ്റ്റൻസും ക്ലിയർനെസ്സും, അതിൽ കുറവും വരരുത് കൂടുതലും വരരുത്. അതിനെ കൺട്രോൾ ചെയ്യുക. ദൈവം പറയാം എൻ്റെ പണി ഇപ്പോഴാ, മനസ്സിലായോ? എൻ്റെ പണി ഇപ്പം നീങ്ങും എപ്പോഴും നോക്ക്, ഇതിനെ ആരാണ് സൃഷ്ടിച്ചത്? ഈ ഞാൻ എൻ്റെ വീര്യമഹാത്മ്യ നിമിത്തം, ശക്തിയുടെ ആധിക്യ നിമിത്തം. ദൈവത്തിന്റെ ഇന്റലക്ച്വൽ പൊട്ടൻഷ്യൽസ് ആണ് കേട്ടോ. അല്ലാതെ മനുഷ്യന്റെ മൂക്കിടിച്ച് പൊരിക്കാനുള്ള ചില പോലീസുകാരന്മാരുടെ കൈകരുത്തുണ്ടല്ലോ, മൂക്ക് തല്ലിപ്പറിക്കാൻ ചില പോലീസുകാരന്മാർ കാണിക്കുന്ന ധൈര്യം കൈകരുത്തുണ്ടല്ലോ, അതല്ലേ ഇതിന്റെ അർത്ഥം? ഇന്റലക്ച്വൽ കാപ്പസിറ്റി. വീര്യമഹാത്മ്യം, ശക്തിയുടെ ആധിക്യ നിമിത്തം ഒരൊന്നും കുറയുന്നില്ല. ഇതിനെപ്പറ്റി 147 സങ്കീർത്തനത്തിൽ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. That means God is managing his multiverse. യൂണിവേഴ്സ് അല്ല, അത് കഴിഞ്ഞു പോയി. മൾട്ടിവേഴ്സിനെ മാനേജ് ചെയ്യുക. ഈ മൾട്ടിവേഴ്സിനെ മാനേജ് ചെയ്യുമ്പം ഈ മൾട്ടിവേഴ്സ് ഒക്കെ സൃഷ്ടിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നതാണ് ഈ മനുഷ്യ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരാകുന്ന സ്ഥാപനത്തിന് മുമ്പ് അന്നേ നമ്മളുണ്ട്. നമ്മളുണ്ട്. ദൈവത്തിന്റെ ഫോർ നോളജ് എന്ന് പറയും. ഫോർ നോളജ്, ഒരു കാര്യം നേരത്തെ അറിയാനുള്ള കഴിവ്, ഒരു കാര്യം നേരത്തെ അറിയാനുള്ള ഫോർ നോളജ് എന്ന് പറയുന്നത്. മുൻനിർണയം അല്ലല്ല. നമുക്ക് ഇങ്ങനെ പറയാമേ, നമുക്ക് ഈ വരിക്കച്ചക്കയെന്നും കൂഴച്ചക്കയെന്നും 2 പ്ലാവുള്ള അവൻ അറിയാമോ? അറിയാം. ബാംഗ്ലൂർ കേരളത്തിൽ അറിയാം. ഇത് നമ്മൾ ചക്കക്കുരു കൊണ്ട് നടും. ഇത് കൂഴച്ചക്കയുടെ കുരു കൊണ്ടിട്ടാലും വരിക്കച്ചക്കയാവും, വരിക്കച്ചക്കയുടെ കുരു ഇട്ടാലും കൂഴച്ചക്കയാവും.
ഉം. അത് അവസാനം കായ്ക്കുന്നത് വരെ നമുക്ക് മനസ്സിലാകത്തില്ല. ഓക്കെ. ഈ പ്ലാവ് കായ്ച്ച് ചക്ക, പച്ചച്ചക്ക കണ്ടാലും അറിയത്തില്ല. ചക്ക പഴുക്കുന്ന അന്നാണ് ഇത് കൂഴപ്പിലാവാണോ വരിക്കപ്പിലാവാണെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അല്ല കാഴ്ച കൊണ്ട് ഒന്നും മനസ്സിലാകത്തില്ല. ദൈവത്തിന് ഫോർ നോളജ് ഉണ്ട്. ഈ ചക്കക്കുരു കാണുമ്പോഴേ അറിയാം ഇത് കൂഴച്ചക്കയാകും വരിക്കച്ചക്കയാകുമെന്ന്. മനസ്സിലായി? ഇതുപോലെ അന്ന് ദൈവത്തിന്റെ ഫോർ നോളജിൽ, മുന്നറിവിൽ, ഇവൻ 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 ഇവനെ എൻ്റെ വേലയ്ക്ക് വിളിച്ചാൽ ഇവൻ ചെയ്യും. ഇവൻ 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 എൻ്റെ പ്രപഞ്ചത്തിന്, എൻ്റെ ലോകത്തിന് ഗുണം ചെയ്യുന്നവനായി തീരും. ഇവൻ 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 പോക്ക. ഞാൻ എത്ര ശ്രമിച്ചാലും ശരിയാവത്തില്ല. അങ്ങനെ അതാ ദൈവത്തിന്റെ ഫോർ നോളജ്. യെസ്. ആ ഫോർ നോളജ് ദൈവം ചിലവരെ ഇന്ന കാര്യങ്ങൾ അന്നേ കണ്ടിരുന്നു. അവരെ പറ്റി ദൈവത്തിന് മുൻനിർണയമുണ്ടായി. മുൻനിർണയം. അതിന് നമുക്ക് പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇവൻ എവിടെ ചെന്ന് അവസാനിക്കണം എന്നുള്ളത്. ഈ പ്രീ ഡെസ്റ്റിനേഷൻ പ്രീ ഡിറ്റർമിനേഷൻ അല്ല. ഡിറ്റർമിനേഷൻ എൻ്റെ, ഞാൻ ഗുണം പിടിക്കേണ്ട വേണ്ടത് ഞാനത് തീരുമാനിക്കേണ്ടതേ. ദൈവമല്ല തീരുമാനിക്കേണ്ടത്. ഞാനത് തീരുമാനിക്കേണ്ടത് ഞാൻ ഗുണം പിടിക്കണം വേണ്ട എന്ന്. അപ്പം ദൈവത്തിന്റെ ഫോർ നോളജിലുള്ള ഞാന്, ദൈവം തൻ്റെ സമയത്ത് ഒരു മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ എന്നെ ജനിക്കാൻ വിടുന്നു. എൻ്റെ വളർച്ചയുടെ ഒരു ഭാഗത്ത് ഒരു ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടാകുന്നു. ആ എൻകൗണ്ടർ മൂലം ഞാൻ ദൈവത്തിൻ്റെ ഭാഗത്ത് വരുന്നു. ദൈവം തൻ്റെ ഫോർ നോളജ് ഞാൻ എന്തായിത്തീരും, തൻ്റെ ഹിതത്തിൻ്റെ നിർണയപ്രകാരം, ഞാൻ എന്തായിത്തീരണം തീരുമാനിച്ചുവോ അത് ഞാൻ ആകുന്ന കാണുമ്പോൾ എന്ത് പറ്റുന്നു? ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ച. So God feels so proud of me concerning the glory that is going to be manifested in me. എന്നിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ്സോർത്ത് ദൈവം അഭിമാനപ്പെടുന്നു. അപ്പൊ എന്തുവാ ദൈവം ഉദ്ദേശിക്കുന്നത്? ഈ യുഗങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോൾ, ഈ ടൈം സ്കീം എല്ലാം തീർന്നു, മറ്റൊരു സംഗതി നിലവന്ന് കഴിയുമ്പോൾ ഉള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പിന്നെ ഞാൻ പറഞ്ഞ ഇക്കണോമി ആരംഭിക്കുക, ഒരു പുതിയ യുഗത്തിന്റെ മാനേജ്മെന്റ് ആരംഭിക്കുക. യുഗം എന്നൊക്കെ പറഞ്ഞാൽ ശരി, എനിക്ക് എന്ത് പറയരുതില്ല. പുതിയ കാലഘട്ടത്തിന്റെ മാനേജ്മെന്റ് ആരംഭിക്കുക. അപ്പം എവിടെ, ഏത് പ്ലാനറ്റിൽ, ഏത് സോളാർ സിസ്റ്റത്തിൽ എന്തിന്റെ പണിയായി എനിക്കറിയത്തില്ല. ഇപ്പം ആ എക്സ്റ്റൻഡിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ ഹിതം പൂർണ്ണമാകുന്നത്. അവിടെയാണ് തന്റെ ഹിതത്തിന്റെ പരിപൂർണത എന്ന സംഗതി വരുന്നത്. അപ്പം ഇത്രയും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബൈബിളിന്റെ ഹോൾ കോണ്ടെക്സ്റ്റ് നമ്മുടെ മനസ്സിൽ വരണം.
ക്രിയേഷന്റെ പേർപ്പസ് മുഴുവൻ മനസ്സിലാക്കണം. ഉം. സൃഷ്ടിപ്പിന്റെ പേർപ്പസ് മുഴുവൻ മനസ്സിലാക്കണം. ഉം. ക്രിയേഷന്റെ പുറകെ ഒരു ഇന്റലിജൻസ് സിസ്റ്റം ഉണ്ട്, ക്രിയേറ്റീവ് ഉം. ഇന്റലിജൻസ് പറയും. ഉം. ആ ക്രിയേഷന് പുറകുള്ള ഇന്റലിജൻസ് സിസ്റ്റം മനസ്സിലാക്കണം. ഉം. ആ ക്രിയേഷന്റെ ഫൈൻ ട്യൂണിങ്. ഉം. ഇതിന്റെ ഇത്ഫലേ എന്ന് പറഞ്ഞ ഇത്ഫലേ, ഉം. അതിന്റെ ഹീബ്രുവിൽ മാത്രമേ മീനിങ് ഉള്ളൂ, ഓക്കെ. ഉം. വേറെ ഒരു ഭാഷയിൽ മീനിങ് ഇല്ല. ഉം. അപ്പോൾ ഒരു ഹീബ്രു സ്കോളർ ആയിരുന്ന പൗലോസ്, ഉം. ഹീബ്രു സ്കോളർ, ഈ ഒരു സംശയമില്ല കാര്യത്തിൽ. യെസ്, യെസ്. ഉം. അപ്പൊ ആ ഭാഷയ്ക്ക് മാത്രമേ ഈ ജ്ഞാനം എന്നുള്ളത് ഇരിക്കുന്നുള്ളൂ. നമ്മളെങ്ങനെയാ പറയുന്നറിയാമോ? നമ്മൾക്ക് വേദപുസ്തകം ഒരു കഥാപുസ്തകമാണ്, കുറേ കഥകളുണ്ട് അതിനകത്ത്. ഉം. ദൈവം ഇറങ്ങി വന്നു, മണ്ണ് കെട്ടി കുഴച്ചു. തൂമ്പ ആരാന്ന് കൊടുത്തഞ്ഞാൽ അറിയത്തില്ല. പിന്നെ ഏത് കാലത്തെ വെള്ളം കോരിന്ന് വെച്ചാൽ അതും അറിയത്തില്ല. ഏത് മമ്മട്ടിയുടെ കുഴച്ചെന്ന് വെച്ചാൽ അതും അറിയത്തില്ല. കുഴച്ചു, നമ്മളെ ഉണ്ടാക്കി, മൂക്കത് ഒറ്റ ഊത്, അപ്പോഴത്തെ കുറന്ന് പറഞ്ഞ് നമുക്ക് ജീവൻ വെച്ച്. കൊച്ചു പിള്ളേർ ഇങ്ങനെ വീട്ടിലേക്ക് കഥ കേൾക്കാൻ. റൈറ്റ്? ഈ കഥപുസ്തകം നമുക്ക് ബൈബിള്. ഈ കഥപുസ്തകത്തിന്റെ പുറകിലാണ് ആ സ്റ്റോറി ലാംഗ്വേജ് ഉണ്ടല്ലോ. ആ സ്റ്റോറി ലാംഗ്വേജിന്റെ പുറകില് ഒരു വിസ്ഡം ലാംഗ്വേജ് ഉണ്ട്. ഓക്കെ. ആ സ്റ്റോറി ലാംഗ്വേജിന് പുറകിലെ വിസ്ഡം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒന്ന്, ഈ സൃഷ്ടിച്ച ദൈവം ആരാ? അതിൽ ദൈവം, ആകാശവും ഭൂമി സൃഷ്ടിച്ച ദൈവം, എലോഹീം. എലോഹീം എന്ന വേർഡിന്റെ ആ വേർഡിനൊരു വാല്യൂ സിസ്റ്റം ഉണ്ട്. അക്ഷരങ്ങൾക്ക് വാല്യൂ സിസ്റ്റം ഉണ്ട്. അക്ഷരങ്ങൾക്ക് വാല്യൂ സിസ്റ്റം ഉള്ള ഒരേ ഒരു ഭാഷ ഹീബ്രുവാ. നമ്മള് കൂഴച്ചക്ക എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിനും ഓരോ വാല്യൂ ഉണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ബട്ട് റോമൻ ലെറ്റേഴ്സിന് വാല്യൂ ഇല്ലേ? എങ്ങനെ? റോമൻ ലെറ്റേഴ്സ്. But that's different. Oh. That's different. റോമൻ സിസ്റ്റത്തിന്റെ അതിന്റെ വാല്യൂ സിസ്റ്റം അല്ല ഇവിടെ വരുന്ന വാല്യൂ സിസ്റ്റം. വാല്യൂ ഒരു മീനിങ് സിസ്റ്റമാണ്. ആ വാല്യൂവിന് മീനിങ് ഉണ്ട്. നമ്പർ 1 ഒരു മീനിങ് ഉണ്ട്, നമ്പർ 2 ഒരു മീനിങ് ഉണ്ട്, 3 ഒരു മീനിങ് ഉണ്ട്. അതൊരു കണക്ക് മാത്രമല്ല, മീനിങ് സിസ്റ്റം കിടപ്പുണ്ട്. ആ മീനിങ് സിസ്റ്റത്തിൽ ഈ പറഞ്ഞ ഏത് ദൈവം, ഈ പറഞ്ഞ എലോഹീം, എലോഹിന്റെ മീനിങ് സിസ്റ്റം എന്താ? പിന്നെ 86. യൂണിവേഴ്സ്, പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചു. നേച്ചർ, ഒലാം, അതിന്റെ വാല്യൂ സിസ്റ്റം എന്തുവാ? 86. പിടികിട്ടിയോ? ആജീവ കഥ നമുക്കറിയാം. ഈ ആകാശം, ഈ ഭൂമി, ഈ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചാന്ന് എന്തോ എവിഡൻസ്? വാല്യൂ സിസ്റ്റം. ഇപ്പൊ ഒരു കാര്യം ചോദിക്കുക, ഈ 2 കുഞ്ഞുങ്ങളും നിന്റെ ആണെന്ന് എന്തോ എവിഡൻസ് എന്ന് മാമിനോട് ഒരാൾ ചോദിച്ചാൽ DNA ടെസ്റ്റ് ചെയ്യാൻ പറയല്ലോ. ആണല്ലോ. ഇനി സംശയമുണ്ടോ? ഇല്ല. ഇതുപോലെ ദൈവത്തിനൊരു DNA ഉണ്ടെങ്കിൽ ആ സെയിം DNA ആരെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അതാണ് ബെറഷീത്ത് ബാറ എലോഹീം എന്ന് പറഞ്ഞിരിക്കുന്നത്.
യറ്റ് വയറ്റ് ഹാറൻസ്, ഉം, അത് രണ്ടും കൂടി ചേരുന്ന യൂണിവേഴ്സ്, ഉം, ആകാശഭൂമി കൂടി ചേരുന്നത്. ഉം, അതിന്റെ വാല്യൂ സിസ്റ്റം 86, ഉം, സൃഷ്ടിച്ചവന്റെ വാല്യൂ സിസ്റ്റം 86. ഉം. അപ്പൊ ആ Same. ലാംഗ്വേജ് ഏതാ? അത് ഈ Hebrew. കഥയുടെ പിന്നിലെ വിസ്ഡം ലാംഗ്വേജ്. ഉം, ഉം, ഉം. മൈ പോയിന്റ്. Yes, yes, yes. നമ്മൾ എന്തേ പഠിച്ചുള്ളൂ? കുറെ കഥകൾ പഠിച്ച് കഥയുടെ അർത്ഥം പറഞ്ഞുകൊണ്ട് നടക്കുക. അതിന്റെ എക്സാക്ട് വിസ്ഡം ലാംഗ്വേജ് അറിയില്ല. ഉം, അതിന്റെ പിന്നിലുള്ള വിസ്ഡം, ലേയേഴ്സ് ഓഫ് വിസ്ഡം എന്താണ് ഇവിടെ നമുക്കൊരു പിടിയില്ല. ഉം, കഥ തന്നെ നമുക്ക് വലിയ പിടിയില്ല, പിന്നെ വിസ്ഡം ലാംഗ്വേജ് ചേർക്കുന്നത് അല്ലേ? കഥ തന്നെ നമുക്ക് വലിയ പിടി കിട്ടിയിട്ടില്ല. ഉം, ഉം. അപ്പം ഇത് മുഴുവൻ അറിയാവുന്ന പൗലോസ് ഞാനീ പറഞ്ഞ ഈ ക്രിയേറ്റീവ് ഇന്റലിജൻസ് ഉണ്ടല്ലോ, അതെ. ഉം, ഉം. അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ ഇത്ഫലെ എന്ന് പറഞ്ഞ ആ വേർഡ്, Yes. ഉം, അതുമായിട്ട് എക്സ്പാൻഡ് അങ്ങോട്ട് ചെയ്തു പോയി ഉം. ഉഴമ്പെത്തി വൈക്കനോവിയെ കൊണ്ടെത്തി. ഉം. ഫൈനലി വൈക്കനോമിയ അവിടെ ചെന്ന് പൗലോസ് എത്തുക, അവിടെ കൊണ്ട് നിർത്തുന്നത്, ഒയ്ക്കനോമിയെ കൊണ്ട് നിർത്തുക. ഉം. അപ്പം ഈ ഒയ്ക്കനോമിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏത്? സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകലരും പിന്നെയും 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 ക്രിസ്തുവിൽ ക്രിസ്തുവിൽ ഒന്നായി ഒന്നായി ചേർക്കാം. ചേരുന്ന കാലസമ്പൂർണ്ണത്തിലെ നിയമം. ഉം. അതാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ നിറച്ചിരിക്കുന്ന ഉം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ദൈവമായ പിതാവായവൻ വാഴ്ത്തപ്പെട്ടു. പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം 7 കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. ഉം. ആ 7 കാര്യങ്ങളിലെ ലാസ്റ്റ് ആണ് ഏത്? യോയ്ക്കനോമിയ. ഇപ്പൊ നമ്മൾ Okay. പറഞ്ഞ കാലസമ്പൂർണ്ണ ഒന്നായി ചേർക്കുക എന്നുള്ള. ഒരുമിച്ച് ചേർന്ന ഒരു പുതിയ മാനേജ്മെന്റ് സിസ്റ്റം. ഉം. ലെറ്റ് ആസ്ക് യു, നമ്മളിപ്പോ അരമണിക്കൂറോളം ആയാലും ഞാനിതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ഉം. ഇല്ലയോ? അതെ. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ട് മോഹന് തോന്നുന്നുണ്ടോ? ആ, ഒരളവ് വരെ മനസ്സിലായി. നമ്മുടെ പുതിയ യെരൂശലേമിലെ ആ ഒരു മൾട്ടിവേഴ്സ് എന്നൊക്കെ സാറ് പറഞ്ഞല്ലോ, ആ സമയത്ത് നമ്മുടെ ബുദ്ധിയുടെ നമ്മുടെ ലെവലും ഇച്ചിരി കൂടെ വേറെ ഒരു ലെവലിലേക്ക് ആയിരിക്കുമോ? നമ്മുടെ ഈ ഡിഫറെന്റ് ആയി വേറെ ലെവലിലേക്ക് മാറണം എന്നാലേ മാറിക്കഴിഞ്ഞു. Okay. കാരണം ഇപ്പൊ നമുക്ക് ദൈവം ഒരു ബുദ്ധിയുടെ ലെവൽ തന്നു. അതിന് സോഫിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, ഗ്രഹിക്കാനുള്ള സാമാന്യ ബുദ്ധി കഴിവ്. സോഫിയ അന്ന് ദൈവം നമുക്ക് തരുന്ന ഹൊക്കുമയാണ്. ഇന്റലക്ച്വൽ ഹൊക്കുമയിലാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയത്. ഒന്നുമില്ലാത്തിരുന്ന് ഉണ്ടാക്കിയതാണ് ഹൊക്കുമ. ഒന്നുമില്ല, അവിടെ സകലം ഉണ്ടാക്കിയെടുത്തു. ഡിവൈൻ വിസ്ഡം. യെസ്, അതാണ് ഹൊക്കുമ. ആ ഹൊക്കുമയാണ് നമുക്ക് അന്ന് തരുന്നത് നമ്മൾ ഈ പുതിയ താമസിക്കുന്ന കാലത്ത്. പുതിയ യെരൂശലേമിലെ താമസം കഴിഞ്ഞിട്ടാണ് എന്താരംഭിക്കുന്നത്? നിത്യത അല്ലേ? ഈ ഇറ്റേണിറ്റി, നിത്യത എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. അപ്പൊ പൗലോസ് ഈ റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് തൻ്റെ ഈ വിഷൻ പോകുന്ന പോക്ക്, അതായത് നമ്മൾ കാഹളത്തിൽ എടുക്കപ്പെട്ട ശേഷം നമ്മൾ എവിടെ ചെന്ന് അവസാനിക്കുന്നത്? എൻ്റെ പിൻ ഒയ്ക്കനോമിയ. ഒയ്ക്കനോമിയ വരെയുള്ള പോക്കിനെ പറ്റി ഇദ്ദേഹം കണ്ടിട്ട് ഒരു എഴുത്തകരി. ഈ എഴുത്ത് എഴുതുമ്പം വായനക്കാർക്ക് വല്ലതും മനസ്സിലാവുമോ? വളരെ ബുദ്ധിമുട്ടാ. ഇത് ആർക്കാ എഴുതിയത്? പൗലോസ് സ്ഥാപിച്ച സ്ഥാപകർക്ക് എഴുതിയത്. ആര്? പൗലോസ് സ്ഥാപിച്ച സഭകൾക്ക്. പൗലോസ് ആരല്ല? കഥാപ്രസംഗകനല്ല.
നമ്മളിപ്പോൾ കൺവെൻഷന് പോയി ആദ്യം ഒരു 2 പാട്ടങ്ങ് പാടി, ഇന്നലെ പാട്ട് നമുക്കറിയത്തില്ല, പിന്നെ വാക്യം എടുത്ത് വീണ്ടും 3 പാട്ട് പാടി, എൻ്റെ വാക്യത്തൊരു ശകലം വായിച്ചിട്ട് വീണ്ടും 2 പാട്ട് പാടി, പിന്നെ അച്ഛനും അമ്മാമ്മയും കൂടെ ചന്തയ്ക്ക് പോയി കഥ പറഞ്ഞു, വീണ്ടും ഒരു പാട്ട് പാടി. ഈ കഥാപ്രസംഗം പഠിപ്പിക്കുന്ന നമ്മൾക്ക് വേദപുസ്തകത്തിനെ പറ്റി എന്തെങ്കിലും അറിയാമോ? ഞാൻ ഒരു കുറ്റം പറയുന്ന ഒരു സെൻസിൽ എടുക്കരുത്. എനിക്ക് ആരും കുറ്റം പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ എനിക്കൊന്നും നേടാനില്ലെന്നേ. ഒരു കൺവെൻഷൻ പ്രസംഗം പോയാൽ എന്തെങ്കിലും വേദപുസ്തകത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സഭായോഗത്തിന് പോയി, ഒരു മീറ്റിങ്ങിന് പോയി, ഒരു പ്രസംഗത്തിന് പോയി, എന്തെങ്കിലും നമ്മൾ പുതിയതായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? ഇതുവരെ നമുക്കറിയാൻ വയ്യായിരുന്നു, ഇന്ന് ആ കാര്യം മനസ്സിലായി എന്ന് പറയാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പൗലോസോ, ഇത് ഞാൻ നിങ്ങളോട് ഇരുന്നപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, ഇത് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചതാണ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വീണ്ടും പറയുന്നു, അല്ലേ? അപ്പൊ പൗലോസ് എന്തുവായിരുന്നു പ്രസംഗിച്ചത്? പൗലോസിന്റെ സഭകൾ എന്തോ കേട്ടത്? ഈ കാര്യങ്ങളാണ് കേട്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് പൗലോസിന്റെ സഭയിലെ വിശ്വാസികൾ കേട്ടത്. അന്നുള്ളവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിവൈഭവം ഉണ്ടായിരുന്നോ, അതോ അല്ലെങ്കിൽ ഒരു പ്രചോദനം? ക്വസ്റ്റ്യൻ. അത് അവിടെ പഠിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും. എവിടെ പോയി? ഹെബ്രായിക്ക് ബാക്ക്ഗ്രൗണ്ട് റൂട്ടിൽ പൊരുൾ തിരിച്ച് പഠിച്ചു കേൾക്കുന്ന എല്ലാവർക്കും എല്ലാം മനസ്സിലാകും. എല്ലാം മനസ്സിലാവും. നമ്മൾ ഒരിക്കലും അവിടെ പോയിട്ടില്ലെന്ന് നമുക്ക് ഈ കഥയ്ക്കപ്പുറം ഒന്നും അറിയത്തില്ല. നമ്മൾ ഇപ്പോഴും ദാവീദ് അങ്ങനെ രാവിലെ എഴുന്നേറ്റു, ഇതിങ്ങനെ നിൽക്കുന്നു, 7-ാം താഴൂരിൽ മല്ലൻ നിൽക്കുന്നു, മല്ലന്റെ കാലിന്റെ അളവ്, മുട്ടിന്റെ വലിപ്പം, ഇതൊക്കെയാണ് പരിചയെടുത്തുകൊണ്ട് 2 ചെറുപാലിയേക്കാർ നിൽക്കുന്നു. ദാവീദ് തോട്ടിപ്പോന്ന് ഇറങ്ങുന്നു, അവിടെ മുഴുവൻ പരന്നു. ഒരു കല്ല് കെട്ടി, ഒരുമരുപ്പുണ്ട്, പറ്റത്തില്ല, ദൂരെ എറിഞ്ഞു കളഞ്ഞു. വീണ്ടും ഒരു കല്ല് കെട്ടി, ശരിയാകുന്നില്ല, എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ വളരെ സ്മൂത്തായ, എന്താ സ്മൂത്തായ കല്ല് കാണിക്കുന്നത്? സ്മൂത്തായ കല്ല് കാണിക്കുന്നത് പരസ്പരം വരസാതിരിക്കുന്നവർ. സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ പരസ്പരം വരസരുത്. അപ്പം ദൂത് വെളിപ്പെട്ടല്ലോ. ഇമാതിരി കഥകളുടെ വ്യാഖ്യാനം പറയല്ലാതെ, മനസ്സിലായോ? ഈ കഥകളുടെ വ്യാഖ്യാനം പറയല്ലാതെ ഇതിന്റെ പിന്നിലുള്ളത് എന്തോ വിസ്ഡം ലെവൽ എന്തോ നമ്മൾ തുറന്ന് കാണിക്കുന്നേ ഇല്ലല്ലോ. അപ്പൊ ഇത് നമ്മുടെ കാലം അല്ല അന്ന്. ന്യൂ ടെസ്റ്റ്മെന്റ് ഇറങ്ങിയിട്ടില്ല. വിശുദ്ധ പൊരുൾ തിരുവെഴുത്തുകൾ മുഴുവൻ പൊരുൾ തിരിച്ച് പഠിപ്പിക്കുക. പഠിപ്പിക്കുമ്പോ എവിടെ എത്തി? ഓയിക്കണോമി വരെ എത്തും. ഓയിക്കണോമി വരെ എത്തും. ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇതാ മനുഷ്യനോടുകൂടി ദൈവത്തിന്റെ കൂടാരം. യെശയ്യാവ് പറയാണല്ലേ. അവിടെ വരെ എത്തി അവര്. ആ വിജ്ഞാനം മുഴുവൻ സഭകൾക്ക് പറഞ്ഞു കൊടുത്തോണ്ട് ബൈബിൾ ക്ലാസ് പഠിപ്പിച്ച് വിശ്വാസികളെ ഉറപ്പിച്ച ഒരു പാവം മനുഷ്യനായിരുന്നു നമ്മുടെ ഈ പൊക്കം കുറഞ്ഞ പൗലോസ്. അദ്ദേഹത്തിന്റെ സഭയ്ക്ക് ഈ ഓയിക്കനോമി എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാവും. ഈ കഥകൾ മാത്രം കേട്ട് വളർന്ന നമ്മുടെ വിശ്വാസികൾക്ക് ഈ കഥകൾക്കപ്പുറം ഒരു കാര്യം മനസ്സിലാകത്തില്ല. നമ്മുടെ വിശ്വാസികൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ കഥ പറച്ച് നിർത്തണം ആദ്യം. എന്നിട്ട് അതിന്റെ പിന്നിൽ ഒരു വിസ്ഡം ലെവലുണ്ട്. അതിൽ നിന്ന് തുടങ്ങണം. ആ വിസ്ഡം ലെവലിലേക്ക് ഇതുവരെ പോയിട്ടില്ലല്ലോ. ഇതുവരെ പോയിട്ടില്ല. ആ വിസ്ഡം ലെവലിൽ ചെല്ലാമെന്നുണ്ടെങ്കിൽ ഗുണം എന്നറിയാമോ? പിന്നെ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കിടക്കുക. നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കിടക്കുക. അതിന്റെ ഗുണം എന്നറിയാമോ? അപ്പൊ ഞാൻ കുറെ പശുക്കളും ആടും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു അഗ്രേ കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്, ഗ്രാമത്തില്.
ഉം. ഉൾഗ്രാമത്തിലാണ്. അപ്പം ഈ കുറച്ച് തീറ്റിയുള്ള മേച്ചിൽപ്പുറങ്ങളുണ്ട്. ഉം. അവിടെ പോയാൽ ഈ ബലമുള്ള കന്നാലി അത് കയറി അങ്ങ് കൈവശപ്പെടുത്തും. ഉം. പാവങ്ങൾ മറ്റേ കിടാവ് അവിടെ വന്ന് എന്നെ ഇടിച്ചു ഓടിക്കും. ഉം. തീർന്ന് തമ്മിൽ ഗുസ്തിയാ. ഉം. പക്ഷെ നല്ല മേച്ചിലുള്ള വയലോട്ട് വിട്ടാണല്ലോ, ഉം. ഇവർക്ക് തമ്മിൽ യാതൊരു ഗുസ്തിയില്ല. ഉം. എല്ലാവർക്കും ഇഷ്ടം പോലെ. ഉം. തിന്നു ഒരുപാട് കിടക്കുക. അവർക്ക് സന്ധ്യ വരെയും തിന്നാൻ തീരാത്ത പോലെ മേച്ചിൽ കിടക്കുക. പിന്നെ പരസ്പരം വഴക്കുള്ള സമയം. ആവശ്യമില്ല. ഉം. നമ്മളുടെ ദൈവമക്കൾ, നമ്മുടെ ദൈവദാസന്മാർ, ലീഡേഴ്സൊക്കെ വചനത്തിന്റെ ആഴത്തിലോട്ട് ഇറങ്ങിയാൽ അവർക്ക് വേറൊരാളുടെ കാര്യം പറയാനോ കുറ്റം പറയാനോ വഴക്കുണ്ടാക്കാനോ അടിയുണ്ടാക്കാനോ അവന്റെ സ്ഥാനം എനിക്ക് വേണമെന്നോ അവനേക്കാൾ അധികാരം എനിക്ക് വേണമെന്നോ അവനേക്കാൾ പൈസ എനിക്ക് വേണമെന്നോ ആഗ്രഹം ഉണ്ടാകത്തില്ല. അതിനുള്ള സമയമില്ല. ഉം. എന്തുവാ അനുസരിക്കേ. ഉം. ഇതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണാൻ കണ്ണു തുറക്കണമെന്ന്. എന്റെ കണ്ണുകളെ തുറക്കണം. ഉം. അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നെ എന്താ പ്രസിഡന്റ് ആക്കാത്തത്, എന്നെ എന്താ സെക്രട്ടറി ആക്കാത്തത് എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇനി ഈ ലോകത്തിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ പറയാൻ നമ്മൾ പോകും. ഉം. ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? ഈ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു 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 പ്ലാനറ്റ് മുഴുവൻ ഭരിക്കാൻ ഉം. ദൈവം എന്നെ ഏൽപ്പിക്കാനിരിക്കെ അതെ. ഈ കർണാടക മുഖ്യ സമയത്ത് പോലെ ഒരു MLA ആകണം, അതെ. ഉം. അല്ലെങ്കിൽ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ ഒരു മന്ത്രിയാകണം. ഉം. ഈ ഓഫർ തന്ന് ഞാൻ എടുക്കും. ഇല്ല, ഒരിക്കലും ഇല്ല. അതായത് ബില്ലി ഗ്രാമിന്റെ ഒരു ഓഫർ ആൾക്കാർ ചോദിക്കും, നീ എന്താ അമേരിക്കൻ പ്രസിഡന്റ് ആകത്തുന്നത്? പറയാ, സ്വർഗത്തിലെ ദൈവം എന്നെ തന്റെ സ്ഥാനാപതിയായി ഇങ്ങോട്ട് അയച്ചിരിക്കുക. എനിക്ക് ഇതിനേക്കാളും വലുതല്ല. വലിയ പൊസിഷനാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. അത് വെച്ച് ചോദിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് എന്തുകൊണ്ട്? അമേരിക്കൻ പ്രസിഡന്റ് ഒന്നുമില്ലല്ലോ. അപ്പൊ ഇവിടെ പ്രോബ്ലം ഞാൻ ഈ പറഞ്ഞ ലെവലുണ്ടല്ലോ, വേദപുസ്തകത്തിന്റെ ഒരു നോളജ് ലെവൽ കിടക്കുന്ന, ആ നോളജ് ലെവലിലേക്ക് ഉയർന്ന ആളായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. താൻ സ്ഥാപിച്ച സഭകളിലെ ജനത്തെ ഒക്കെ ആ ലെവലിലേക്ക് ഉയർത്തിയിരുന്നു. രണ്ടും കൂടായി. അപ്പൊ കോൺസിക്വൻസിൽ എവിടെ നിന്നു? ഈ ലേഖനം അവരെ ഉറപ്പിക്കുക. അപ്പൊ അവർക്കത് മനസ്സിലാകും. നമ്മളോ ഈ കഥകൾക്കപ്പുറം യാതൊരു കാര്യം അറിഞ്ഞിട്ടില്ല, നമുക്കിതൊരു മനസ്സിലാകത്തുമില്ല. ഇവിടെ പ്രോബ്ലം കിടക്കുന്നത്. മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ കഥകൾ വിട്ടിട്ട് കാര്യത്തിലോട്ട് കിടക്കാനുള്ള ഒരു ബോധം ഉണ്ടാകണം. ഇത് ബൈബിൾ എന്ന് പറഞ്ഞ കഥപുസ്തകമല്ല. കുറെ അധികം കഥകൾ പഠിച്ചിട്ട് ആർക്കും ഒന്നും നേടാനില്ല. നേടാനുണ്ടെങ്കിൽ തന്നെ ഇഷ്ടംപോലെ കഥപുസ്തകങ്ങൾ ലോകത്തുണ്ടല്ലോ. ഒരു കഥ വായിച്ച് അതിനകത്ത് നിന്നൊരു സൽപാഠം, അല്ലേ, ഒരു ഗുണപാഠം ഉൾക്കടനാണെങ്കിൽ വേദപുസ്തകത്തിന്റെ ആവശ്യമില്ല. അതിനേക്കാൾ ഗുണപാഠങ്ങളുള്ള ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഈ ലോകത്തുണ്ട്. ഗുണപാഠം പഠിക്കാനുള്ള പുസ്തകം കഥപുസ്തകം അല്ല ബൈബിൾ. ഗൗരവമായി ദൈവത്തെ മനസ്സിലാക്കാൻ, ദൈവിക പദ്ധതികൾ മനസ്സിലാക്കാനും ആ പദ്ധതികളിലേക്ക് നാം ഉയർത്തപ്പെടുന്നതിനുള്ള പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ആ അറിവിലേക്ക് നമ്മൾ എത്തണം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് നമ്മുടെ കേൾവിക്കാർക്ക് മനസ്സിലാകണമെന്നില്ല. പൗലോസ് എഴുതിയപ്പം പൗലോസിന്റെ വായനക്കാർക്ക് മനസ്സിലാകാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. കാര്യം അവരെ പൗലോസാണ് ബൈബിള് പഠിപ്പിച്ചതെന്നുള്ളതുകൊണ്ട്. നമ്മൾ പറഞ്ഞു സംഗതി ഒരുപാട് പോയപ്പം പൗലോസ് പറയുന്നത്, I understand that.
ഐ എം സോ ഗ്ലാഡ്. ആ പദ്ധതിയിൽ ഞാൻ എത്തിയല്ലോ. ഔക്കനോവയിലേക്ക് പോകാനുള്ള ആ പദ്ധതിയിൽ ഞാൻ എത്തിയല്ലോ എന്ന് കഴിഞ്ഞപ്പം ഐ ഫീൽ സോ ഗ്ലാഡ് ആൻഡ് സോ പ്രൗഡ് ഇൻ ദ ലോർഡ് എന്ന് പറയാം. ദാറ്റ് ഈസ് മൈ ആൻസർ. ഇത് മനസ്സിലാകാത്തവര് ക്ഷമിക്കണം. താങ്ക് യു വെരി മച്ച് സർ. എന്തോ താങ്ക് യു വെരി മച്ച് സർ. ടു സർട്ടൻ എക്സ്റ്റെന്റ് ഐ തിങ്ക് വേറെ ഈ മനസ്സിലാകാത്തവർക്കേ മനസ്സിലാകാൻ ഒരു ചാൻസ് ഉണ്ട്. ഒരു ചെറിയ ചാൻസാണ്. നമ്മൾ ഈ വർഷം മെയ് മാസത്തിൽ പൗലോസ് അതേ ഭാഷയിൽ നിന്ന് വേദവസ്തും പൊരുൾ തിരിച്ച് പഠിപ്പിക്കുന്ന, അതായത് ഇതാണ് കാണാം. ന്യൂ ടെസ്റ്റ്മെന്റ്, പുതിയ നിയമം. So it's a big volume. ഇത് ഹീബ്രു ആണ്. ഹീബ്രു ന്യൂ ടെസ്റ്റ്മെന്റ്. ഈ ഹീബ്രു ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മൾ വായിച്ച കാണാമല്ലോ. കാണാം. ഇത് നമ്മൾ വായിച്ച് ഇത് മുഴുവൻ ഹീബ്രുവിൽ നിന്ന് ഹീബ്രുവിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട്, അവിടുന്ന് മലയാളത്തിലോട്ടും അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ ഇന്റൻസീവായ ഹീബ്രു സ്റ്റഡി പ്രോഗ്രാം ആരംഭിക്കുക. ഇന്ത്യയിൽ ഇതുവരെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഒരു ബൈബിൾ കോളേജും ന്യൂ ടെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് എടുത്തു വെച്ച് വായിച്ച് ന്യൂ ടെസ്റ്റ്മെന്റ് 27 പുസ്തകങ്ങളുള്ള പുസ്തകമാണ് ഞാൻ കാണിച്ചത്. 27 പുസ്തകങ്ങളുള്ള ന്യൂ ടെസ്റ്റ്മെന്റ് ആ കാലത്ത് എഴുതിയ ഹീബ്രുവിൽ എഴുതിയ പുസ്തകത്തിന്റെ ഒറിജിനൽ കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് പൊരുൾ തിരിച്ചെഴുതിയിരിക്കുന്ന, ഒരു കോമായും പുള്ളി പോലും വ്യത്യാസം വരുത്താൻ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് എൻ്റെ എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇല്ലെന്ന് ആൾക്കാർ പറഞ്ഞു നടക്കുന്നത്. ന്യൂ ടെസ്റ്റ്മെന്റ് എല്ലാം ഗ്രീക്കാണ്, ഹീബ്രുവിൽ ഇല്ലെന്ന് ആൾക്കാർ പറഞ്ഞു നടക്കുന്നത്. ഞാനിപ്പം മാമനെ കാണിച്ച പുസ്തകമാണ്. കാണിച്ചു എന്ന് മാത്രമല്ല, ഇത് ലോകത്തെ പഠിപ്പിക്കുന്നതിനോട് ഇന്റൻസീവ് സ്റ്റഡി പ്രോഗ്രാം നമ്മൾ തുടങ്ങുക ഈ മെയ് മാസത്തില്. അത് നമ്മുടെ ഈ താഴത്തെ നമ്പറിൽ വിളിച്ച് ചേർന്ന ആഗ്രഹമുള്ളവർക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കും. ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, ഓൾറെഡി സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റുഡൻസ് ഉണ്ട്. അവരെ പഠിപ്പിക്കും. എന്തിനാണെന്നറിയാമോ? ഈ കഥയ്ക്കപ്പുറം ബൈബിൾ ഉണ്ടെന്ന് ആൾക്കാരൊന്നും അറിയില്ല. ആഴമായ സത്യങ്ങളുണ്ടെന്നുള്ള ആൾക്കാരൊന്നും മനസ്സിലാക്കണ്ടായി. കുറെ അധികം ഗുണപാഠ പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ട് സ്വർഗത്തിൽ കൊണ്ടുവന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു അർത്ഥശൂന്യമായ കാര്യങ്ങളാണത്. ആ കോഴ്സിലെ ഹീബ്രുവും പഠിപ്പിക്കുന്നുണ്ടോ? ഹീബ്രു പഠിപ്പിക്കുന്നത് ഹീബ്രു ഭാഷ പഠിപ്പിച്ച് ഹീബ്രു ഭാഷയിൽ ഇത് എഴുതാനും വായിക്കാനും വാക്കിന്റെ അർത്ഥവും പഠിപ്പിക്കുക. കർത്താവ് തന്റെ തിരുവായ കൊണ്ട് സംസാരിച്ച അതേ വാക്കുകൾ, അപ്പോസ്തലന്മാർ എഴുതിയ അതേ വാക്കുകൾ അതുപോലെ പൊരുൾ തിരിച്ച്. ഞാൻ ഈ കാണിച്ച പുസ്തകം ഇസ്രായേലിൽ നിന്ന് വരുത്തിയതാണ്. ഇവിടെ അവൈലബിൾ, കേരളത്തിൽ അവൈലബിൾ, ഇന്ത്യയിൽ അവൈലബിൾ അല്ല, UK അവൈലബിൾ അല്ലല്ലോ. അവരുടെ കമ്മ്യൂണിറ്റിയിലെ അവരുടെ അവിടെ ജൂയിഷ് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള. സോ ലെറ്റ്സ് കം ബാക്ക് മാം. അടുത്ത ചോദ്യത്തിനുള്ള ഇത് ഇതിനകത്തുണ്ടോ? ഒരു ചെറിയ ഒരു ചോദ്യമുണ്ട്, ഒരു ജനറൽ ആയിട്ട്. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം കൊടുക്കുന്നു. അത് 613 പ്രമാണങ്ങൾ ആണല്ലോ. ഇതിന്റെ റെഫറൻസ് വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ചോദിക്കുന്നത് ഒരു മണ്ടൻ ചോദ്യം. വേദപുസ്തകത്തിലെ അതിന്റെ റെഫറൻസ് വേദപുസ്തകത്തിൽ എവിടെ, ലോകത്തിൽ എവിടെ ഉണ്ടോന്ന് നമ്മൾ പറയാം, വേദപുസ്തകത്തിലുണ്ടെന്ന് പറയാം. ഇപ്പം റാന്നി ചെന്നിട്ട് ഇത് റാന്നിയൊന്നും എന്തോ ചോദിച്ചാൽ എന്താ പറയുക? വേദപുസ്തകമാണ് അതിന്റെ റെഫറൻസ്.
വേദപുസ്തകമാണ് അതിന്റെ റെഫറൻസ് അല്ലേ? വിശുദ്ധ തിരുവെഴുത്തുകളാണ് അതിന്റെ റെഫറൻസ്. അതിനെന്തോ ചെയ്യണം? പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. അതിൽ പ്രത്യേകിച്ച് പുറപ്പാടും ലേവ്യയും വായിച്ചു കഴിയുമ്പം ഈ 613 കൽപ്പനകൾ അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ്. അത് വായിച്ചു നോക്കുന്നവര് എന്നോട് റെഫറൻസ് If you count, you can get at that. You can get it all by yourself. Yes. Yes. Thank you very much, sir. വളരെ ഗഹനമായിട്ടുള്ള ഒരു ചോദ്യത്തിനാണ് സാറ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. ഈ സെഷൻ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് പ്രയോജനമായെന്ന് കേട്ടോ. നോക്കാം, നമുക്ക് വരുന്ന ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം മനസ്സിലായി എന്നുള്ളത്. താങ്ക് യു വൺസ് അഗെയിൻ സർ. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വൺസ് അഗെയിൻ.